എവിടെ പോയി BJP? എന്താണ് അവസ്ഥ? സംഘടനാപരമായി അവർ ദുർബലമാകുന്നതിൻ്റെ അങ്ങേ തട്ടില്ല. സുരേഷ് ഗോപിയെ കൊണ്ട് കേരളത്തിലെ BJPക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഓടാനും വയ്യ, ചുമന്ന് തലയിൽ വെക്കാനും വയ്യ, തറയിടാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. സത്യത്തിൽ കേരളത്തിലെ BJPക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന് BJPക്കാർ തന്നെ ആകാംക്ഷയോടെയും കൗതുകത്തോടെയും ചോദിക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയമായും സംഘടനാപരമായും കേരളത്തിലെ BJP നേരിടുന്ന വലിയ പ്രതിസന്ധികൾ എല്ലാ കാലത്തും ചർച്ച തന്നെയാണ്. കുറേ കാലം അത് നിയമസഭയിലും പാർലമെൻറ്റിലും അക്കൗണ്ട് തുറക്കൽ എന്ന ഒരു വാക്കിനും പ്രയോഗത്തിനും ചുറ്റിക്കിടന്ന് കറങ്ങുകയായിരുന്നു. ഈ അക്കൗണ്ട് തുറക്കൽ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പ്രയോഗം തന്നെ കേരളത്തിലുണ്ടായത് BJPയെ ബന്ധപ്പെട്ടാണ്. അവസാനം 2016 നേമത്തു നിന്ന് O. രാജഗോപാലിലൂടെ നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു. 2021 വി. ശിവൻകുട്ടി പറഞ്ഞുകൊണ്ട് അത് പൊട്ടിച്ചതോടുകൂടി അതിൻ്റെ കഥ കഴിഞ്ഞു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയിലൂടെ ലോക്സഭയിൽ അക്കൗണ്ട് തുറന്നു. ആ അക്കൗണ്ട് തുറന്ന മട്ടിൽ ഇപ്പോൾ നിൽക്കുകയാണ്. സുരേഷ് ഗോപിയെ കൊണ്ട് കേരളത്തിലെ BJPക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഓടാനും വയ്യ, ചുമന്ന് തലയിൽ വെക്കാനും വയ്യ, തറയിടാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിൽ തിരിച്ച് തുപ്പാനും വയ്യ എന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. അത് രാഷ്ട്രീയമായും സംഘടനാപരമായും ഒരു MP കിട്ടിയതിന് സന്തോഷമുണ്ട്. പക്ഷേ ആ MP കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും കോമഡി ഷോകളും ഉണ്ടാക്കുന്ന രസകരവും വിചിത്രവും അപമാനകരം പോലുമായ സിറ്റുവേഷൻസ് വേറൊരു വശത്ത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ BJP ആണെങ്കിലും ഇന്ത്യയിലെ മറ്റെവിടുത്തെ ഏത് സംസ്ഥാനത്തെ BJP ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ആ പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്താണ്? നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം 3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ആ പാർട്ടിയുടെ രാഷ്ട്രീയമായ ആദർശം. രണ്ടാമതായി, ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ മുകളിലേക്ക് ആ പാർട്ടിക്കുള്ള സംഘടനാപരമായ ചട്ടക്കൂട്, യൂണിറ്റുകൾ, അല്ലെങ്കിൽ പ്രാദേശിക കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റി, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ, ഘടന. മൂന്നാമത്തതും അതിപ്രധാനവുമായ മറ്റൊരു കാര്യം, ആ പാർട്ടിയുടെ നേതാക്കന്മാർ ആളുകളോട്, അത് രാഷ്ട്രീയമായി യോജിക്കുന്നവരാണ് വിയോജിക്കുന്നവരാവട്ടെ, ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ഈ സോഷ്യൽ മീഡിയ വളരെ സജീവമായി 24/7 നമ്മുടെ ജീവിതത്തിൽ ചൂഴ്ന്നു നിൽക്കുന്ന, നമ്മൾ പോലും അറിയായ സോഷ്യൽ മീഡിയയുടെ കണ്ണുകൾ നമ്മളിലേക്ക് സദാസമയം നിൽക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ പൊതുപ്രവർത്തകർ പ്രത്യേകിച്ചും കൂടുതലായി ജാഗ്രത പാലിക്കണം. അവർ പറയുന്ന വാക്കും അവർ പെരുമാറുന്ന ഓരോ ശരീരഭാഷയും അനുനിമിഷം ജനങ്ങളിലേക്കെത്തും. അത് യോജിക്കുന്നതല്ലെങ്കിൽ, പരിഹാസ്യമാണെങ്കിൽ ആ ആളുകൾക്ക് മുന്നിൽ പരിഹാസ്യരാകും. സുരേഷ് ഗോപി ഓരോ ദിവസവും അങ്ങനെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി നല്ല നടൻ എന്ന നിലയ്ക്ക് പേരെടുത്ത ആളാണ്. നല്ല രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് പേരെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കിട്ടിയ സാധ്യത കളഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ വിശേഷം അതാണ്. ആ വിശേഷം സുവിശേഷമല്ല എന്നുള്ളതാണ് BJP അലട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, കേരളത്തിലെ BJPക്ക് എന്ത് പറ്റി, അത് എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും ഒന്നാമത്തെ ഉത്തരം ഈ സുരേഷ് ഗോപിയുടെ കോമഡി ഷോയായി മാറുന്നു എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മറുപടി, എവിടെ പോയി BJP, എന്താണ് അവസ്ഥ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി, സംസ്ഥാന അധ്യക്ഷനായി മാസങ്ങൾക്ക് മുമ്പ് മാത്രം ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരൻ്റെ, അദ്ദേഹം മുൻ രാജ്യസഭാംഗമാണ്, മുൻ കേന്ദ്ര സഹമന്ത്രിയാണ്, വലിയ ബിസിനസ്സുകാരനാണ്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയ ചാനലിൻ്റെ നിലവിലെ ഉടമയുമാണ്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്കലാണ് ശീലം. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണ് കൈരളി ലേഖികയോട് അദ്ദേഹം നീ മിണ്ടണ്ട എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ എന്ന് ഒരു പ്രവർത്തകനോടായാലും ആരോടായാലും, പരിചയമില്ലാത്ത ഒരാളോട് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ വേറൊരു വ്യക്തിയോട് ആ രീതിയിൽ പറയുന്നത് കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ സംസ്കാരവും രീതിയും അനുസരിച്ച് അനുചിതമാണ്. ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്ന പോലല്ല മലയാളത്തിൽ നീ എന്ന് പറയുന്നത്. ഹിന്ദിയിലാണെങ്കിൽ പോലും തു എന്ന് പറയുന്നതും തും എന്ന് പറയുന്നതും ആപ്പ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഭാഷയുടെ വ്യാകരണ വ്യത്യാസങ്ങളാണിതൊക്കെ.
അത് പോലും അറിയാതെ കൈരളിയുടെ ലേഖികയോട് നീ മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് ക്ഷുഭിതനായി അദ്ദേഹം തിരിഞ്ഞു നടക്കുന്നു. ആളുകൾ കൂടെ നിൽക്കുന്ന ആളുകൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഈ പൊട്ടിത്തെറിക്കുന്ന നേതാവിനെ അത് ശരിയായി മനസ്സിലാക്കാതെ പൊട്ടിച്ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അണികൾ, ചുറ്റിലുമുള്ള ആളുകൾ വേറൊരു വലിയ തലവേദനയാണ്. എല്ലാ കാലത്തും എല്ലാ നേതാക്കന്മാർക്കും പറ്റുന്നതാണ്. ചുറ്റിലും നിൽക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം. യഥാർത്ഥ അഭ്യുദയകാംക്ഷികളാണെങ്കിൽ അവർ സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പാടില്ല, അത് തിരുത്താൻ പറയണം. അതിന് പകരം ഹഹഹ എന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ള ഒരു പ്രേരണ, ഒരു സപ്പോർട്ടാണ് സ്വാഭാവികമായി നിൽക്കുന്നത്. ആ സിറ്റുവേഷനിൽ അതെന്താണ് ചെയ്യുന്നത്? അത് ചെയ്യുന്ന ഇമ്പാക്റ്റ് എന്താണ്? വീണ്ടും അത് ആവർത്തിക്കാനുള്ള പ്രേരണ നൽകും. അത് കൂടുതൽ മോശമായ പ്രതികരണങ്ങൾ, കൂടുതൽ അപഹാസ്യമായ സിറ്റുവേഷൻസ് ഉണ്ടാക്കും. രാജീവ് ചന്ദ്രശേഖരന് അതാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകം നമുക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട്, ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട്, നിലപാടുകളോട് 100% വിയോജിക്കുമ്പോഴും കേരളത്തിലെ ബി ജെ പിയോട് നമുക്ക് 100% രാഷ്ട്രീയമായിട്ട് വിയോജിക്കാം. അത് കേരളത്തിലെ ബി ജെ പിയോട് മാത്രമല്ല, ബി ജെ പിയുടെ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ദേശീയ തലത്തിൽ തന്നെ അവർ പ്രധാനം ചെയ്ത രാഷ്ട്രീയത്തോട് വിയോജിക്കാം. പക്ഷേ കേരളത്തിൽ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ വിയോജിപ്പ് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ സംഘടനാപരമായി അവർ ദുർബലമാകുന്നതിൻ്റെ അങ്ങേ തട്ടിലാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ്, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ്, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ പിന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഞങ്ങളിവിടെ വലിയ സംഭവങ്ങൾ കാട്ടിക്കൂട്ടാൻ പോകുന്നു എന്ന പ്രതീതി ബി ജെ പി സൃഷ്ടിക്കും. അത് മാധ്യമങ്ങളിലുള്ള ബന്ധം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയാണ്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ചാനലുകൾ ഒരുപാട് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലും സമീപകാലത്തായിട്ട് കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പ്രതീതി യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതല്ല. യാഥാർത്ഥ്യം വരുമ്പോൾ എന്താണ് സ്ഥിതി? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 15% എന്ന് പറഞ്ഞാൽ അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ, ഒറ്റയ്ക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ 3ാം സ്ഥാനത്ത് ബി ജെ പി ആണ് എന്നൊരവസ്ഥ വന്നില്ലേ? ഒറ്റയ്ക്കാരും മത്സരിക്കുന്നില്ല. ഇവിടെ UDF ആണ്, LDF ആണ്, NDA ആണ്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നില്ല, അങ്ങനെ സിറ്റുവേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അതൊരു സാങ്കല്പിക ചോദ്യമാണ്. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴത്തെ കാര്യമാണ് അന്ന് പറഞ്ഞത്. അത് 2021 20% എന്നാണ് ബി ജെ പിയുടെ കണക്ക്. അതിൻ്റെ ഒരു വലിയ വസ്തുത മനസ്സിലാക്കണമെങ്കിൽ CPM പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം പുറത്തു വന്നതാണല്ലോ. അതായത് നമ്മുടെ ബേസിലേക്ക് ബി ജെ പി കടന്നു കയറി എന്നാണ് CPM വിലയിരുത്തിയത്. അത് ആരും അന്തരീക്ഷത്തിൽ നിന്ന് പറഞ്ഞതല്ല, സംബന്ധിച്ച കാര്യമാണ്. CPM തന്നെ തുറന്ന് സംബന്ധിച്ച കാര്യമാണ്. നമ്മുടെ ബേസിലേക്ക് ബി ജെ പി കടന്നു കയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടിൻ്റെ ബേസിലേക്ക് എന്നാണ് അർത്ഥം. സംഘടനാപരമായി ബി ജെ പിയുടെ കമ്മിറ്റികളിലേക്കെന്നല്ല, നമ്മുടെ വോട്ടിലേക്ക് കടന്നു കയറിയെന്ന. അങ്ങനെ CPM സമ്മതിക്കേണ്ടി വന്നു. CPM അതിനനുസരിച്ച് രാഷ്ട്രീയമായ സംഘടനാപരമായും ചില ചടുലമായ ഇടപെടലുകൾ നടത്തി തിരിച്ചു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ആ സമ്മേളനത്തിന് ശേഷമുള്ള പല നടപടികളും കാണിക്കുന്നത്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി തുറന്നു പറയുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ കുതിപ്പിനെക്കുറിച്ചാണ്. ആ കുതിപ്പ് നമ്മൾ സന്തോഷത്തോടെ അല്ല പറയുന്നത്. സംഘപരിവാറിൻ്റെ കേരളത്തിലെ കുതിപ്പിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നതെന്നറിയാമോ? അത് ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ വർഗീയമായ ചേരിതിരിവ് കൂടുതൽ വ്യാപകമാക്കും. അതാണ് സംഘപരിവാർ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം. പക്ഷേ അത് പറയുമ്പോൾ മറുവശം സംഭവിക്കുന്നത് അവിടെ നിന്ന് ബി ജെ പി തിരിച്ചു പോവുകയാണ്. പുതിയ സംസ്ഥാന അധ്യക്ഷനും പുതിയ MPയും ഒക്കെ കിട്ടിയ ശേഷം കേരളത്തിലെ ബി ജെ പി വീണ്ടും താഴേക്ക് കുതിച്ച് വീഴുന്നു, മൂക്കുകുത്തി വീഴുന്നു എന്നുള്ള അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ ആ ചോദ്യം കൃത്യമായി അവരോട് ചോദിക്കേണ്ടി വരുന്നത്. ബി ജെ പി എവിടെ പോയി? കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ എന്താണ്? പോരിൻ്റെ മുകളിൽ പോരാണ് അകത്ത്. പുതിയ പ്രസിഡന്റ് വന്ന ശേഷം പഴയ പ്രസിഡന്റും പഴയ കേന്ദ്ര സഹമന്ത്രിയും പഴയ പ്രസിഡന്റും പുതിയ പ്രസിഡന്റാകാൻ ആഗ്രഹിച്ച ആളും ഒക്കെ ചേർന്നിട്ട് അകത്ത് കൂട്ടുന്ന കോലാഹലങ്ങളും ബി ജെ പിയിലെ ഉൾപ്പോരും ഒരർത്ഥത്തിൽ ജനാധിപത്യവാദികൾക്കും മതനിരപേക്ഷവാദികൾക്കും ആശ്വാസം നൽകുന്നതാണ്. ബി ജെ പി കേരളത്തിൽ
ഞങ്ങൾ 2026 10 MLA-മാരുണ്ടാകും, 2031 ഞങ്ങൾ 71 MLA-മാരുണ്ടാകും, ഭരിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു ബെഡായിക്കപ്പുറത്ത് ഒന്നിലേക്ക് പോലും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. മാധ്യമപ്രവർത്തകരുടെ ആംഗിൾ കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്, എവിടെ പോയി BJP? എന്താണ് BJPയുടെ അവസ്ഥ? എന്തൊരു ദുരവസ്ഥയിലാണ് BJP കൂപ്പുകുത്തി കിടക്കുന്നത്? BJPക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്ന അക്കാഡമികവും രാഷ്ട്രീയവുമായ താല്പര്യമുള്ള വിഷയമാണ്. നന്ദി, നമസ്കാരം.